അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാത്തും ചക്കനും നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല മഴയല്ല, ഇത് അവരെ കിടത്തുന്ന പുതപ്പും ഇതുമാണ്. അപ്പം സുഖമായിട്ട് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അത് എന്താ പറയുക, എന്നെ സ്നേഹിക്കുന്നവരാണ്, അല്ലാതെ നമ്മൾ ഈ എന്താ പറയുക ഒരാളൊരു സങ്കടം വരുമ്പോൾ അതിനും ഒരു കഥ ഉണ്ടാക്കിയിട്ട് അതും ഒരു നേരം പോക്കായിട്ട് പറഞ്ഞ് രസിക്കുന്ന ആൾക്കാർക്കുള്ളതല്ല ഇത്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇപ്പോൾ നാട്ടിലാണല്ലോ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്ന്. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത്, ഇക്ക മരിച്ചിട്ട് അന്നൊന്നും ഞാൻ ആരെ കണ്ടിട്ടില്ല, അന്നൊന്നും എനിക്കൊരു ബോധവുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവരിപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ ഇക്ക മരിച്ചിട്ട് 1 വർഷം 4 മാസമായിട്ടാണ് ഇപ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ അന്ന് കണ്ട് വർത്താനം പറഞ്ഞതിനോട്, സാബി നീ മരിച്ചതിൻ്റെ ശേഷമല്ലേടി എത്തിയത്. ഞാൻ അത് ഷോക്കായി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞതൊക്കെ, എല്ലാവരും അത് തന്നെയാണല്ലോ പറയണതെന്ന് പറഞ്ഞു. എനിക്ക് അത് ഭയങ്കര വിഷമമായി പോയിട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന് ഞാൻ കരഞ്ഞു. എന്താ വെച്ചാൽ എന്തിന് നാട്ടുകാരിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രമല്ല കേട്ടോ, എൻ്റെ ഇക്ക ഒരു 2 നില വീട് കുറച്ചപ്പുറത്തുള്ള ഞങ്ങളുടെ അയൽവാസിയല്ല, കുറച്ച് ദൂരെയാണ്. അവരുടെ വീട് പണിയെടുത്ത് നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പക്ഷെ അവരെയും വെറുതെ വിട്ടിട്ടില്ല. അവരെ പറ്റിയിട്ടും എന്നോട് അവരെന്തോ ഒന്നും പറയണ്ട, അതിനെപ്പറ്റി വിടട്ടെ, അത് പോട്ടെ. എന്താ വെച്ചാൽ അത് അവരുടെ കാര്യമാണ്. എന്താ വെച്ചാൽ എന്നാൽ ആ ഒരു ഇത്താനെ ആരും വെറുതെ വിട്ടിട്ടില്ല. അതിനെപ്പറ്റിയും കുറേ എന്തൊക്കെയോ അപവാദങ്ങൾ അവരെന്തോ അതല്ല, ഭയങ്കര തമാശ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഒരു ദിവസം മുറ്റടിച്ചാലും നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഇത്ത എന്നിട്ട് എന്നോട്, സാബി ഭയങ്കര കാര്യത്തിൽ, സാബി നിന്നെന്തോ ആ വീടിൻ്റെ ഓണർ, ഇപ്പം എൻ്റെ ഇക്ക വീണ് ആ വീടിൻ്റെ ഓണർ, അവരെന്തോ കൂടോത്രം ചെയ്തിട്ടാണ് നിൻ്റെ ഇക്ക ആക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിത്ത, ഇതൊന്നും നിങ്ങൾക്കൊക്കെ എന്താണ്, നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഒരു മനുഷ്യനൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് മരിച്ച് എന്നാലും ഒന്ന് മനുഷ്യനെ വെറുതെ വിട്ടൂടെ എന്നും പറയാൻ ദേഷ്യം പിടിച്ച് ഞാൻ അകത്തേക്ക് കയറി വന്ന്. അതിൻ്റെ ശേഷം സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ആരോട് സംസാരിക്കാൻ നിൽക്കില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. ആൾക്കാർ എന്തൊക്കെയായി ചോദിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞില്ല, അത് വിട്. പിന്നെ എന്തിനു വെറുതെ അതും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, അവർക്കതൊരു രസമാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ സങ്കടപ്പെടും, അത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു രസം. അതുകൊണ്ട് ഞാൻ ആരോടും ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കില്ല. ഞാൻ എൻ്റെ കുട്ടികൾ, എൻ്റെ പണി, എൻ്റെ വീട്, അതാണ് ഇപ്പോൾ എൻ്റെ ലോകം. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് കേട്ടോ. ആ ഇത്താനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഇത്താക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ വെച്ചാൽ ചില ആളുകളുണ്ട്, പക്ഷെ നല്ലവരായ നാട്ടുകാരും അയൽവാസികളും എനിക്കുണ്ട്, എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായി നിന്ന്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു നടക്കാനായിട്ട് ഈ ചായക്കടയിലും അവിടെയും ഇവിടെയും പോയിട്ട് ഈ നോട്ടീസ് അടിക്കാനായിട്ട് ഈ കുറച്ച് ഇതിനായിട്ട് ഇറങ്ങിയിട്ട് ഇതിനായിട്ട് ജന്മം എടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അത് അവരുടെ കുടുംബത്തിൽ ഇതുപോലെ ഒന്ന് സംഭവിക്കണം, അപ്പോഴേ അവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ, അപ്പോഴേ ഇവരെ ഈ പറച്ചിൽ നിർത്തുകയുള്ളൂ. അത് നമുക്ക് തടയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാബി നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വീഡിയോ ചെയ്യ്, നീ സോഷ്യൽ മീഡിയയിൽ വ്ളോഗറല്ല, നീ ഒരു വീഡിയോ ചെയ്യ്. കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും വിചാരം നീ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ് ഇവിടെ എത്തിയതെന്നാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും നിന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ വലിയ മൈൻഡ് ചെയ്തില്ല. എന്നെ സപ്പോർട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കട്ടെ എന്ന് ഓർത്ത്. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മക്കൾ പുറത്ത് പോകും, മക്കളോടും ഇതേമാതിരി ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഉമ്മച്ചി ഉപ്പച്ചി മരിച്ചതിൻ്റെ ശേഷമല്ലേ വന്നത്. അതൊക്കെ മക്കൾക്കും ഭയങ്കര വിഷമം. മക്കൾ എന്തും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഉമ്മച്ചി, ഇതെന്താ ഇവരെല്ലാം ഇങ്ങനെ, ഉമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്നെ സ്നേഹിക്കുന്നവർ കൂടി മാത്രമാണ്, അല്ലാണ്ട് വേറെ ആർക്കുമല്ല. ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്കൂളിൽ വിസ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടെല്ലാം കൊടുത്ത്. അപ്പോൾ ഒരു 5-6 ദിവസം പിടിക്കും പാസ്പോർട്ട് തിരിച്ച് കിട്ടാൻ. പാസ്പോർട്ട് കിട്ടിയാലും എനിക്ക് വരാൻ പറ്റും. പക്ഷേ ഇവിടെ എൻ്റെ ഇക്കാൻ്റെ എല്ലാവരും ഉണ്ട്, എൻ്റെ വീട്ടുകാരും ഉണ്ട്, 2 വീട്ടുകാരും ഇക്കാരെ ചുറ്റിനുണ്ട്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇക്കാൻ പറഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് കിട്ടിയിട്ട് നീ വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ ശേഷമാണ് വരുന്നത്. പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ഇക്കാൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇക്ക സമ്മതിച്ചിട്ടില്ല. 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഇക്കാക്ക്. പക്ഷേ എൻ്റെ ഇക്ക പറഞ്ഞ് സാബി വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ ഫസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നല്ല റാഹത്തായി, അൽഹംദുലില്ലാ, എല്ലാം സക്സസ് ആയി, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അടുത്ത ഓപ്പറേഷൻ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇക്ക നല്ല ഫുഡെല്ലാം അത്യാവശ്യം കഴിക്കുന്നത്, നല്ല സംസാരത്തിനൊരു കുറവുമില്ല,
അങ്ങനെ പോകുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു പ്രതീക്ഷ വന്നത്, എന്താ വെച്ചാൽ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, നോമ്പാണ്. ഇക്കാക്ക് ഞാൻ ഫുഡ് വാരി കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഫുഡെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് ഗുളികയും കൊടുത്തിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടി പുറത്ത് പോയി. തിരിച്ചു വന്നപ്പോൾ ഇക്ക പറഞ്ഞു, സാബി എനിക്ക് തല കറങ്ങുന്നത്. അപ്പോൾ ഞാൻ നേഴ്സിനോട് പറഞ്ഞ് തല കറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വന്ന് BP ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു BP ഭയങ്കര ലോ ആണ്, വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒക്കെ 4 ഗ്ലാസ് വെള്ളം സാബി എന്നെ കുടിപ്പിച്ചെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെയൊക്കെ ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ, മനസ്സിലായോ? വെള്ളം കുടിച്ച്. പക്ഷേ പിന്നെ അവർ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഇക്കാക്കത് ശ്വാസം മുട്ട് പോലെ പറഞ്ഞപ്പോൾ അവർ വന്നൊരു ഓക്സിജൻ മാസ്ക് വന്നൊരു മുഖത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞ് അതൊന്നല്ല, നിങ്ങളൊന്ന് ഡോക്ടറെ വിളിക്കും പ്ലീസ് എന്ന് പറഞ്ഞ് ഞാനോട് കരഞ്ഞ്. അപ്പോൾ അവരെന്നെ അങ്ങോട്ട് ഷൗട്ട് ചെയ്ത്, നിങ്ങളെന്താ, ഞങ്ങളുടെ ജോലി ഇതാണ്, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സുമാർ എന്നെ ഷൗട്ട് ചെയ്ത്. പക്ഷേ എനിക്ക് മനസ്സിലായി, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് ശ്വാസം ഇങ്ങനെ ആ ഒരു മരണവെപ്രാളം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ അങ്ങോട്ട് അലറി അങ്ങോട്ട് കരഞ്ഞ്. അപ്പോൾ എല്ലാവരും ഓടിക്കൂടി. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടനും ഞങ്ങൾ അടുത്തടുത്ത് ബെഡല്ലേ, ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടാണ് ഇക്കാക്ക് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ചേച്ചീനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി നോക്കണേ, ഞാൻ ബാത്റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ വരുമ്പോഴത്തേക്കുണ്ട് തല ഇറങ്ങുന്നതെന്ന് പറയും. ഇതാണ് വിഷയം. പക്ഷേ ഓക്സിജൻ മാസ്കും വെച്ച് അവരങ്ങോട്ട് പോയി. പിന്നെ അവർ ശ്രദ്ധിച്ചില്ല. ഡോക്ടറെ വിളിക്കാൻ ഞാൻ പറഞ്ഞു, അവർ കേട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ കരഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ ഇക്ക എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇക്കാൻ്റെ അവസാനമായിട്ടുള്ള അതും എല്ലാം കഴിഞ്ഞ്. പിന്നെ ഞാൻ അവിടെ എന്താ കാട്ടിക്കുട്ടിയെന്ന് എനിക്കറിയില്ല. എൻ്റെ കളി കണ്ടിട്ടാണ് എല്ലാവരും കൂടെ എന്നെ പിടിച്ചൊരു കാറിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിറങ്ങുമ്പം ഇവരെല്ലാവരും വിചാരം ഞാൻ ദുബായിൽ നിന്ന് നേരിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് വിധി എഴുതി, സാബി റസാക്ക് മരിച്ചതിൻ്റെ ശേഷമാണ് വന്നതെന്ന്. എൻ്റെ ഇക്കാൻ്റെ ഓപ്പറേഷൻ ഞാൻ വന്നിട്ടാണ് കഴിഞ്ഞത്. എൻ്റെ ഇക്ക മരണപ്പെടുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുള്ള ബെഡിലുള്ള ചേച്ചിയും ചേട്ടൻ അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോനുണ്ട്, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആ ഒരു മോന് പള്ളിയിൽ പോയതാണ്. വെള്ളിയാഴ്ച സമയമല്ലേ, പള്ളിയിൽ പോയതാണ്. ആ സമയത്ത് ആണുങ്ങൾ ആരും ഇല്ല, എല്ലാവരും പള്ളിയിൽ പോണ ടൈമല്ല, നോമ്പുമാണ്. ഇതാണ് സംഭവം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഇക്ക മരിച്ചിട്ടും ആ മരിച്ച ആ മയത്ത് കൂടെ ആ സമയത്തൊന്നും എല്ലാവരും കൂടെ എന്നെ അങ്ങോട്ട് വല്ലാതെ ഒറ്റപ്പെടുത്തിയിരിക്കണം. എന്താ വെച്ചാൽ അവരൊക്കെ വിചാരം ഞാൻ ഇക്ക മരിച്ചിട്ടാണ് വന്നതെന്നാണ്. വല്ലാതെ ഒറ്റപ്പെടുത്തി തന്നെ. എനിക്കൊന്നും ആ സമയത്തൊക്കെ ഞാനാകെ ഒന്നും പറയുന്നില്ല, അതൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളൂ. പിന്നെ അതും പോരാഞ്ഞ് ഞാൻ ഒക്കെ മരിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് പോണത്. കടം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ കടം ഉണ്ട്. ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ്. കടം മേടിച്ചിട്ടാണ് വീടെല്ലാം വെച്ചത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കടം വീട്ടാനാണ് ഞാൻ പോണത്. പിന്നെ അതിന് എന്താ പറയുക, എൻ്റെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ പോണത്, ട്രാവൽസ് വഴി. അങ്ങനെയാണ് ഞാൻ പോണത്, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് അതിനെപ്പറ്റി കുറേ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി സാബിക്ക് കടമൊന്നുമില്ല, പിന്നെ എന്തിനാ അവൾ ഈ മക്കളിട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അത്രയും കടം പെരുകിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്, മനസ്സിലായോ? പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ സ്റ്റേഷനിൽ SI വിളിച്ചിട്ട് പറയണേ, നിങ്ങളൊന്നും ഇങ്ങോട്ട് പെട്ടെന്ന് വരേണ്ടി വരും. ഞാൻ പറഞ്ഞു എന്തിനെന്ന് ചോദിച്ചു. ഞാൻ UAE ലാണ്, എന്തിനാണ് ജോലി സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ഭർത്താവിൻ്റെ മരണം കൊലപാതകം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് പറയുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ അവിടെ ഒരു കേസ് അന്വേഷണത്തിന് പോകുമല്ലോ, നമ്മളെ ആക്സിഡൻറ്റ് സംഭവിച്ച് വീണ ആ ഭാഗത്ത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് നല്ലവരായ കുറച്ച് ആൾക്കാർ പറഞ്ഞു കൊടുത്ത കഥയാണ്. ഏതോ ഒരു ബംഗാളി ഉണ്ടായിരുന്നു ഇക്കാൻ്റെ കൂടെ പണിക്ക്. എൻ്റെ ഇക്ക എന്നെ കല്യാണം കഴിച്ചിട്ട് ആ സമയത്ത് എൻ്റെ ഇക്കാൻ്റെ കൂടെയുള്ള ഹെൽപ്പർമാർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഇക്കാൻ്റെ കൂടെ മരണം വരെ ഉണ്ടായിരുന്നത്. ഒരു ബംഗാളി ഇന്ന് വരെ എൻ്റെ ഇക്കാൻ്റെ കൂടെ പണിക്ക് വന്നിട്ടില്ല. ഏതോ ഒരു ബംഗാളി ഉണ്ടായിരുന്നത്രേ. ആ ബംഗാളി എൻ്റെ ഇക്കാനെ തള്ളിയിട്ടിട്ട് കൊന്നതാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഇക്കാൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്തോരം വിഷമം ഉണ്ടാവും. ഈ പറഞ്ഞു നടക്കുന്ന ആളൊന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾക്കും ഇല്ലേ മക്കൾ, കുടുംബം എല്ലാം? അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചിന്തിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഒരു മരണം, കുറച്ചപ്പുറത്തൊരു മരണം നടന്നിട്ടുണ്ട്. ഇനി ഒരു ഭർത്താവ് മരിച്ചിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, എന്തൊക്കെ അപവാദം കേൾക്കേണ്ടിയെന്ന് റബ്ബിനറിയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ, നിങ്ങൾക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്, ഭാര്യയുണ്ട്. അപ്പം കുറച്ചൊക്കെ എന്താ പറയുക, പടച്ചവനെ പേടിച്ചിട്ട് ജീവിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഇക്കാൻ്റെ മരണസമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോന് പള്ളിയിൽ പോയതാണ്. പിന്നെ അതേമാതിരി കൂടെയുള്ള ബെഡിലുള്ള അവരും ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഈ കാര്യം പറഞ്ഞ് കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇക്ക മരിച്ചെന്നൊക്കെ അനുഭവിച്ചതിന് കണക്കില്ല. എല്ലാവരും കൂടെ എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിയിട്ട്, കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക. അല്ലാതെ ഒരു കാര്യം അറിയാതെ ഒരാളെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, മനസ്സിലായോ? എനിക്ക് ഇത്രയും ഇങ്ങോട്ട് പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞു നടക്കുന്നവർ ഈ വീഡിയോ ഷുവറായിട്ടും കാണണം, കണ്ട് മനസ്സിലാക്കണം. ഇനി ഒരാളെ പറ്റിയിട്ടും എന്താ പറയുക,
ജോലി ചെയ്ത് ആക്സിഡൻറ്റ് സംഭവിച്ച ആ വീട്ടിലത്തെ ആൾക്കാരെ പറ്റിയിട്ടും ഒന്നും ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കരുത്. ഞങ്ങളും മനുഷ്യരാണ്, അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും ഞാൻ നാട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അസ്സലാമു അലൈക്കും.